പുതിയകാവ് പള്ളിയിലേക്ക് ബലിമൃഗത്തെ സമർപ്പിച്ച് സാഹോദര്യത്തിന്റെയും മൈത്രിയുടെയും നന്മ നിറഞ്ഞ അധ്യായമായി മാറുകയാണ് കുമാരൻ എന്ന മനുഷ്യൻ. ചരിത്രപ്രസിദ്ധമായ പുതിയകാവ് ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക് നല്ലൊരു മാടുമായി കടന്നുവന്ന വെളുത്തപുരയ്ക്കൽ കുമാരന് സാഹോദര്യത്തിന്റെയും മൈത്രിയുടെയും വഴിപാട് മാത്രമല്ല നിർവഹിക്കാനുണ്ടായിരുന്നത്. പൂർവികരായി പുതിയകാവ് ജുമാ മസ്ജിദിനോട് പുലർത്തി വന്നിരുന്ന ആത്മബന്ധത്തിന്റെ സമർപ്പണം കൂടിയായിരുന്നു ആ ബലിമൃഗം. രാജ്യത്തിന്റെ സമകാലീന സാമൂഹ്യ സാഹചര്യത്തിൽ കുമാരനും മകൻ ബാബുവും നൽകിയ മഹത്തരവും മാതൃകാപരവുമായ സന്ദേശത്തിന് ഞായറാഴ്ചയാണ് പുതിയകാവ് ജുമാ മസ്ജിദ് അങ്കണം സാക്ഷ്യം വഹിച്ചത്. കുമാരൻ കൊണ്ടുവന്ന മാടിനെ മഹല്ല് ഇമാമിന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. കുമാരന്റെ മാനവികമായ പ്രവൃത്തി വർത്തമാനകാല സാഹചര്യത്തിൽ മഹത്തായ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നതെന്ന് ഇമാം ഷംസുദ്ദീൻ വഹബി പറഞ്ഞു. അദ്ദേഹം കരുതിയ ആ ഒരു വലിയ ദാനധർമ്മം, അദ്ദേഹത്തിന്റെ വിശാലമായൊരു മനസ്സ് നമ്മുടെ വർത്തമാന ഇന്ത്യയിൽ ഒരു വലിയ മാതൃക തന്നെയാണ്. ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ രാജ്യത്തിന് അദ്ദേഹം കൊടുക്കുന്നത്. മുസ്ലിമീങ്ങൾ ലോകമെമ്പാടും പെരുന്നാൾ ദിനത്തിന്റെ അന്ന് ഏറ്റവും വലിയ പുണ്യകർമ്മമായി, വഴിപാടായി, സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു കർമ്മമായി ആചരിച്ചു പോരുന്ന ഈ ബലികർമ്മത്തിന്റെ ഭാഗമായി മാറുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ഒരു മാടുമായി നമ്മുടെ പള്ളിയിൽ സമീപിക്കുന്നതും നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയെ അത് ഏൽപ്പിക്കുന്നതും. മഹല്ല് പ്രദേശത്ത് നാട്ടുപണിയും മറ്റുമായി ജീവിക്കുന്ന കുമാരന്റെ നാളുകളായുള്ള നേർച്ചയായിരുന്നു പെരുന്നാളിന് പുതിയകാവ് ജുമാ മസ്ജിദിലേക്ക് ഒരു മാടിനെ നൽകണമെന്ന്. എന്നാൽ സാമ്പത്തിക സ്ഥിതി അതിന് അനുകൂലമായിരുന്നില്ല. ഇതോടെ സമീപവാസികളുമായി സഹകരിച്ച് തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കുകയായിരുന്നു. കുമാരന്റെയും ബസ് ജീവനക്കാരനായ മകൻ ബാബുവിന്റെയും അഭിലാഷത്തോട് സമീപവാസികൾ കൂടിയായ ആലിപ്പറമ്പിൽ ഷിഹാബ്, പടിഞ്ഞാറെ വീട്ടിൽ ഹാരിസ് എന്നിവർ സഹകരിച്ചതോടെയാണ് ആഗ്രഹം നിറവേറിയത്. അത് പുതിയ പള്ളിനോടുള്ള വിശ്വാസത്തിന്റെ പേരില്ല. അത് ഞങ്ങൾ പുരാണമായിട്ട് പുതിയ പള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇത് നേർച്ച ചെയ്തേക്കുന്നത്. ഇത് പരിപാലിച്ച് വരുന്നത് 3 കൊല്ലം. നേർച്ചയ്ക്ക് വേണമെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായതാണ്. 40,000-ഓളം രൂപ വില വരുന്ന പോത്തിന്റെ നാളിതുവരെയുള്ള പരിചരണവും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കുമാരൻ തയ്യാറായിരുന്നില്ല. കുമാരനും ഭാര്യ നളിനിയും മകൻ ബാബുവുമാണ് പോത്തിനെ പരിചരിച്ചത്. മഹല്ല് ഇമാം ഷംസുദ്ദീൻ വഹബി, അസിസ്റ്റന്റ് ഖത്തീബ് ആസിഫ് ഫൈസി, പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ്, സെക്രട്ടറി MK സിദ്ദിഖ്, ട്രഷറർ SI സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാടിനെ ഏറ്റുവാങ്ങിയത്. TCV ന്യൂസ്, കയ്പമംഗലം.